കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നു, യു ഡി എഫ് അല്ല കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു, തിരിച്ചു വരാൻ പറ്റുമെന്നൊരു മൊറയിൽ നഷ്ടപ്പെട്ടു. വേറൊരു കാര്യം ശ്രദ്ധിച്ചു, കഴിഞ്ഞ 10 വർഷം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഖദർധാരികളായ എത്ര പേർ നമ്മൾ കാണുമായിരുന്നു. അതിനെപ്പറ്റി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഖദർ ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല, കളർ ഡ്രസ്സ് ഇടാം, പുതിയ തലമുറയിൽ കളർ ഡ്രസ്സ് ഇടുന്നവരാണ് കൂടുതലും. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഖദർ വസ്ത്രം നിർബന്ധമാണ്. പക്ഷേ ഖദർ വസ്ത്രധാരികളായ കോൺഗ്രസ് പ്രവർത്തകരെ നമ്മൾ പുറത്ത് കാണാതായി. അതിൻ്റെ കാരണം ഖദർ വസ്ത്രം ധരിക്കുന്നതിൽ പ്രശ്നമായിട്ടല്ല, കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാൻ അഭിമാനം സമ്മതിക്കാത്ത വിധം, ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല എന്ന് പറയുന്ന വിധം ആളുകൾ മാറിപ്പോയിരുന്നു. അവിടെ നിന്ന് ഇന്ന് നാം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്ന ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന കുറേ അധികം ആളുകളെ കാണുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിൽ ഗ്രൂപ്പില്ലാതായിരുന്നു. ഗ്രൂപ്പിന് അതീതമായ ഒരു ഐക്യം കോൺഗ്രസിനകത്ത് വന്നതാണ്. അതിൽ ആ ഒരു ഐക്യം കൊണ്ടുവരുന്നതിൽ കെ സുധാകരനും സതീശനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്ന്, പക്ഷേ ഇവർ രണ്ടുപേരും അറിയാതെ കേരളത്തിൽ മറ്റൊരു ഗ്രൂപ്പ് വളരുന്നുണ്ടായിരുന്നു. ഒരു 5-6 വർഷം മുമ്പ് തന്നെ KC വേണുഗോപാൽ പക്ഷം എന്നൊരു പക്ഷത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പക്ഷത്ത് പക്ഷേ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാ പ്രദേശത്തും അദ്ദേഹത്തിന് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്ര പ്രബലമായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അതുവരെ എ ഗ്രൂപ്പായിരുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കുന്നു, ഹോട്ടലുകളിൽ മുറിയെടുത്ത് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അല്ല, അത് മാത്രമല്ല, കെ സുധാകരനൊക്കെ ഏതാണ് 3ാം ഗ്രൂപ്പ് അങ്ങനെയൊക്കെയുള്ള ഇതിലായിരുന്നല്ലോ വയലാർ വീടൊക്കെ. അതുപോലെ ഈ MP മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു, അത് KC വേണുഗോപാലിന് വേണ്ടിയാണ്. അത് കെ സുധാകരൻ അത് പറഞ്ഞതുപോലും KC വേണുഗോപാലിന് വേണ്ടിയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു.